ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാത്സ് ഗുരുകുലം. അപ്പോൾ നമ്മളിന്ന് ചാപ്റ്റർ 6 ട്രയാങ്കിൾസിൻ്റെ എക്സസൈസ് 6.2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 3rd ക്വസ്റ്റ്യൻ വരെ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിന്ന് 4th ക്വസ്റ്റ്യൻ മുതൽ ചെയ്തു തുടങ്ങാം. 4th ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ 6.19, ഇതാണ് 6.19, DE ഈസ് പാരലൽ ടു AC ആൻഡ് DF ഇസ് പാരലൽ ടു AE. അതായത് നമ്മുടെ DE എന്ന് പറയുന്നത് AC-യോട് പാരലാണ്, DF എന്ന് പറയുന്നത് AE-യോട് പാരലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് BF by FE is equal to BE by EC. BF by FE is equal to എന്താണ് BE by EC എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ആദ്യം നമുക്ക് തന്നേക്കുന്ന ഡേറ്റ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം DE ഈസ് പാരലൽ ടു AC എന്ന് നമുക്ക് എടുക്കാം. ഗിവൺ DE ഈസ് പാരലൽ ടു AC. ഓക്കെ, അപ്പം DE AC വരുന്ന ആ ഒരു ട്രയാങ്കിൾ അങ്ങ് എടുക്കുക. അപ്പോൾ DEയും ACയും വരണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം? ABC എടുക്കണം അല്ലേ? ABC എടുത്താൽ മാത്രമേ നമുക്കിത് ഫുൾ വരുള്ളൂ, അതായത് DEയും AC ഇൻക്ലൂഡ് ആവുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇൻ ട്രയാങ്കിൾ ABC ഗിവൺ DE ഈസ് പാരലൽ ടു AC എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ DE ACക്ക് പാരലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? BD by AD is equal to BE by EC എന്ന് എഴുതരുതോ? അപ്പോൾ ഇത് പാരൽ ആയതുകൊണ്ട് തന്നെ BE by EC is equal to BD by DA എന്ന് നമുക്ക് എഴുതാം. എന്തുകൊണ്ടാണ്? BPT ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇതിന് ഞാൻ 1 എന്ന് കൊടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻ ട്രയാങ്കിൾ വേറെ എന്താ തന്നേക്കുന്നത്? DF ആൻഡ് AE. DFും AEയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഞാൻ അടുത്തെടുക്കുന്നു. അത് ഏതായിരിക്കും? ABE എന്ന് പറയുന്ന ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ? ABEയിലാണ് ഈ AEയും DFും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇൻ ട്രയാങ്കിൾ ABE DF ഇസ് പാരലൽ ടു AE എന്താണ്? ഗിവൺ ആണ്. അപ്പൊ DF AEയോട് പാരലാണെങ്കിൽ നമുക്ക് എന്തെടുത്ത് എഴുതാൻ പറ്റും? DF AEയോട് പാരലാണെങ്കിൽ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ BF by FE is equal to BD by DA എന്ന് എഴുതരുതോ? അപ്പൊ എന്തെഴുതാം? BF by FE is equal to എന്തെഴുതാം? BD by DA എന്ന് നമുക്ക് എഴുതാം അല്ലെ? എന്തുകൊണ്ടാണ്? BPT. ഓക്കെ, ഇതിനെ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഫ്രം 1 and 2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിന്റെ രണ്ടിന്റെയും RHS എന്താണ്? ഈക്വൽ ആണ്. 1ന്റെയും 2ന്റെയും RHS ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ LHS ഈക്വൽ ആണെന്ന് എഴുതരുതോ? അപ്പോ ഫ്രം 1 and 2 BE by EC is equal to BF by FE. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ഇത് തന്നെയല്ലായിരുന്നോ? BF by FE is equal to BE by EC. ഇതായിരുന്നല്ലോ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ദസ് പ്രൂവ്ഡ് എന്നുകൂടി എഴുതുക. ഓക്കെ, അപ്പോൾ 5th ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ 6.20 DE is parallel to OQ and DF is parallel to OR. Show that EF is parallel to QR. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? DE എന്തിനോട് പാരലാണ്? OQനോട് പാരലാണ്. DF എന്ന് പറയുന്നത് എന്തിനോട് പാരലാണ്? ORന് പാരലാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഈ പാരലായിട്ട് വരുന്ന നമ്മളെ 2 ട്രയാങ്കിൾസ് എടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? DEയും OQവും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ എടുക്കുക. അത് കഴിഞ്ഞ് DFും ORും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അടുത്ത ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BPT അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ ട്രയാങ്കിൾ POQ എന്ത് തന്നിട്ടുണ്ട്? DE ഈസ് പാരലൽ ടു OQ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അത് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? DEയും OQവും പാരലാണെങ്കിൽ PE by EQ is equal to PD by DO എന്ന് എഴുതരുതോ? എഴുതാം. ഓക്കെ, അപ്പൊ PE by EQ is equal to PD by DO എന്ന് എഴുതാം. കാരണം എന്താ? BPT തന്നെ, അതായത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം തന്നെ
PEയും EQവും PD/DOയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷനായി കൊടുക്കുന്നു. ഇനി അടുത്ത് നോക്കുക, DF ഈസ് പാരലൽ ടു OR എന്ന് തന്നിട്ടുണ്ട്. DF ഇതാണ്, OR ഇതാണ്. അപ്പൊ ഇത് രണ്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ എടുക്കുക. അപ്പൊ നോക്കുമ്പോൾ ORഉം DFഉം വരുന്ന ഏതാണ്? POR എടുക്കുക. POR എടുക്കുമ്പോൾ ഇത് രണ്ടും വരുന്നു, ഇത് രണ്ടും പാരലൽ ആവുന്നു. അപ്പൊ നമുക്ക് എന്താ എടുക്കാം? ഈ പ്രൊപ്പോർഷണൽസ് എടുക്കാം. ഈ റേഷ്യോസ് എടുത്തിട്ട് നമുക്ക് ഈക്വൽ എന്ന് പറയാം. ഇൻ ട്രയാങ്കിൾ POR എന്ത് തന്നിട്ടുണ്ട്? DF is parallel to OR എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ. ഓക്കെ, അപ്പൊ എന്തെഴുതാം? PD/DO is equal to PF/FR, അല്ലെങ്കിൽ PF/FR is equal to PD/DO BPT എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തേക്ക്. ഇത് സെക്കൻഡ് ഇക്വേഷൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ഇതിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ RHS ഇവിടെ രണ്ടെണ്ണവും ഈക്വൽ ആണ് അല്ലെ? രണ്ടിന്റെയും നേരത്തെ നമ്മൾ ചെയ്ത പോലെ RHS ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ LHS ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് എന്തെഴുതാം? PE/EQ is equal to PF/FR എന്ന് നമുക്ക് എഴുതാം, ഇല്ലേ? അപ്പൊ ഇവിടെ എന്താ? ഈ ട്രയാങ്കിളായ PQRലാണ് നമുക്ക് ഈ റേഷ്യോസ് വന്നേക്കുന്നത് അല്ലേ? അപ്പൊ ഈ റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ കോൺവേഴ്സ് ഓഫ് BPT വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? EFഉം ഈ QRഉം എന്താണ്? പാരലൽ ആണെന്ന് നമുക്ക് പറയാം അല്ലെ? അതായത് കോൺവേഴ്സിൽ എന്താ പറയുന്നത്? പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്താണ്? പാരലൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? അപ്പോ ഇവിടെ എന്ത് ചെയ്യാം? ദാറ്റ് ഇംപ്ലൈസ് EF is parallel to എന്തെന്ന് എഴുതാം? QR എന്ന് നമുക്ക് എഴുതാം. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? കോൺവേഴ്സ് ഓഫ് BPT. കോൺവേഴ്സ് ഓഫ് BPT വെച്ചിട്ട് എന്തെഴുതാം? EF is parallel to QR എന്ന് എഴുതാം. ഒന്നുമില്ല, ഇപ്പം ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കിട്ടിയോണ്ട് മാത്രമാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റിയത്? ഈ ഒരു പാരലൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ 6.21 ABC ആർ പോയിന്റ്സ് ഓൺ OP, OQ ആൻഡ് OR. ABC എന്ന് പറയുന്ന പോയിന്റ്സ് ഏതൊക്കെ സൈറ്റിലുള്ളതാണ്? OP, OQ ആൻഡ് OR വരുന്ന 3 പോയിന്റ്സ് ആണ്. such that AB is parallel to PQ. AB PQനോട് പാരലൽ ആണ്. AC എന്തിനോട് പാരലൽ ആണ്? AC parallel to PR. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ട എന്താണ്? BC is parallel to QR എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം നമുക്ക് തന്നേക്കുന്ന ഡേറ്റ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ AB is parallel to PQ. AB PQ പാരലൽ എന്ന് പറയുമ്പോൾ ഈ AB PQ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുക. എന്നാലേ മാത്രമേ നമുക്ക് BPT അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഏത് ട്രയാങ്കിൾ എടുക്കണം? POQ എടുക്കുക. എന്തെടുക്കുക? POQ എടുക്കുക. അപ്പോൾ ഇൻ ട്രയാങ്കിൾ POQ എന്താണ്? AB is parallel to PQ given. ഓക്കെ, അപ്പോൾ AB BQന് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? OA/AP is equal to OB/BQ എന്ന് എഴുതരുതോ? അപ്പോൾ എങ്ങനെ എഴുതാം? OA/AP is equal to നമുക്ക് എഴുതാം OB/BQ എന്ന് എഴുതാം അല്ലേ? എന്താണ്? BPT ആണ് റീസൺ. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇത് എന്താ തന്നേക്കുന്നത്? AC is parallel to PR എന്നല്ലേ? അപ്പൊ ACയും PRും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. അതേതാണ്? POR എന്ന് പറയുന്ന ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. ഇൻ ട്രയാങ്കിൾ POR എന്ത് തന്നിട്ടുണ്ട്? AC is parallel to PR എന്ന് തന്നിട്ടുണ്ട്. AC is parallel to PR എന്ന് തന്നിട്ടുണ്ട്. അതെന്താണ്? ഗിവൻ ആണ്. AC PRന് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഈ ട്രയാങ്കിളിൽ OC/CR is equal to OP/AP എന്ന് എഴുതരുതോ? അപ്പോ OA/AP is equal to എന്തെഴുതാം? OC/CR എന്ന് എഴുതാം അല്ലേ? എന്താണ്? BPT. ഓക്കെ, അപ്പോൾ ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് ഞാൻ കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഇതിന്റെ LHS രണ്ടും ഈക്വൽ ആണ്. OA/AP OA/AP ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ RHS രണ്ടും നമുക്ക് ഈക്വൽ ആണെന്ന് എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഫ്രം 1 and 2 എന്താ എഴുതാൻ പറ്റും? OB/BQ is equal to OB/BQ is equal to OC/CR അല്ലേ? ഇനി OB/BQ is equal to OC/CR എന്ന് കിട്ടി. OB/OQ is equal to OC/CR. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, അതായത് OQR എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ BC/QR പാരലൽ ആണെന്ന് പറയാമല്ലോ. കാരണം എന്താണ്, കോൺവേഴ്സ് ഓഫ് BPT വെച്ചിട്ട് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് എന്താന്ന് പറയാം, അതിന്റെ ഈ ഒരു പാരലും ഈ ഒരു ലൈനും എന്താണെന്ന് പറയാം, പാരലൽ ആണെന്ന് പറയാം അല്ലേ? അപ്പോ ദാറ്റ് ഇംപ്ലൈസ് എന്തെന്ന് എഴുതാം, BC is parallel to QR. റീസൺ എന്താണ്, കോൺവേഴ്സ് ഓഫ് BPT. കോൺവേഴ്സ് ഓഫ് BPT വെച്ചിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കിത് പാരലൽ ആയിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. 7th ക്വസ്റ്റ്യൻ, യൂസിങ് തിയറം 6.1. തിയറം 6.1 എന്ന് പറഞ്ഞാൽ ഏതാണ്, BPT. പ്രൂവ് ദാറ്റ് എ ലൈൻ ഡ്രോൺ ത്രൂ midpoint of a side of a triangle parallel to another side. അതായത് ഇതിനെ A, ഇതിനെ B, ഇതിനെ C എന്ന് പറയാണ്, ഇത് D ആൻഡ് ഇതിനെ E എന്ന് പറയാണ്. അപ്പൊ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഇതൊരു മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്, ഇതിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നു തന്നിട്ടുണ്ട്, ഈ ലൈന് അതിന്റെ മറ്റു സൈഡുമായിട്ട് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം, DE is equal to EC, അല്ലെങ്കിൽ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് AE/EC എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ തന്നേക്കുന്നതെന്ന് നമുക്ക് എഴുതാം. ആദ്യം എന്ത് തന്നിട്ടുണ്ട്, ഗിവൺ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാം. AD is equal to DB. എന്തുകൊണ്ടാണ്, മിഡ് പോയിന്റ് ആണെങ്കിൽ എന്താണ്, ഈ ADയും ഈ DBയും ഈക്വൽ അല്ലേ? അപ്പോൾ അത് എഴുതി. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, DE is parallel to BC തന്നിട്ടുണ്ട്, അതല്ലേ? കാരണം ഈ ലൈൻ ഈ മറ്റു സൈഡുമായിട്ട് പാരലൽ ആയിരിക്കും എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ DE is parallel to BC എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് ദാറ്റ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, AE is equal to EC എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AE is equal to EC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്, ഇൻ ട്രയാങ്കിൾ ABC, ഓക്കെ, DE is parallel to BC എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ AD/DB is equal to AE/EC എന്ന് എഴുതാമല്ലോ. അപ്പോൾ AD/DB is equal to AE/EC എന്ന് ഞാൻ എഴുതുന്നു. എന്താണ്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം വെച്ചിട്ടാണ് ഞാനിത് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്, AD ഈക്വൽ ടു DB എന്ന് തന്നിട്ടില്ലേ? അപ്പോൾ ഞാൻ ഈ DBക്ക് വരെ എന്ത് കൊടുക്കുകയാണ്, AD കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ഞാൻ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ പുട്ട് ഇതിന് 2 എന്ന് ഞാൻ കൊടുക്കുകയാണ്. പുട്ട് 1 in 2. AD ഈക്വൽ ടു DBയെ ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AD/DBക്ക് വരെ ഞാൻ എന്ത് കൊടുക്കുന്നു, AD വിച്ച് ഇസ് ഈക്വൽ ടു AE/EC അതുപോലെ തന്നെ ഞാൻ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി. AD/AD എന്ന് വെച്ചാൽ എന്താണ്, നമ്മളത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, 1 തന്നെ വരും. ദാറ്റ് എംപ്ലൈസ് AE/ECനെ എന്തെന്ന് തന്നെ എഴുതാം, 1 എന്ന് എഴുതാം അല്ലേ? ഇവിടെ 2 കട്ടായിപ്പോയി, ബാക്കി എന്ത് വന്നു, 1. അപ്പം that is equal to AE, ഈ EC നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാമല്ലോ. ഈ EC അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ AE is equal to എന്ത് കിട്ടും, EC എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. തന്നേക്കുന്ന ഡേറ്റ മാത്രം നമ്മൾ കൊടുത്തു പോയാൽ മതി, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ AE/EC വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മളിവിടെ 1 വന്നപ്പോൾ ഈ EC അപ്പുറത്ത് കൊണ്ടുവന്നു, അപ്പോൾ AE is equal to EC എന്ന് നമുക്ക് കിട്ടി. Thus proved. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. യൂസിങ് തിയറം 6.2, ഇവിടെ 6.2 ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രൂവ് ദാറ്റ് the line joining the midpoints of any two sides of a triangle is parallel to the third side.
അപ്പോൾ അതിൻ്റെ ഫിഗർ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ ഞാൻ 2 മിഡ് പോയിന്റ്സ് കൊടുക്കുകയാണ്. അത് ലൈൻ ജോയിൻ ചെയ്യുകയാണ് ഞാൻ. എന്നിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ലൈനോട് പാരലായിരിക്കും, അല്ലെങ്കിൽ ഈ തേർഡ് സൈഡിനോട് പാരലായിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോൺവേഴ്സ് ഓഫ് BPT വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിത് ABC, ഇത് DE എന്ന് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്? ഇൻ ട്രയാങ്കിൾ ABC എന്തൊക്കെ തന്നിട്ടുണ്ട്? AD/DB is equal to AE/EC എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്താ, മിഡ് പോയിന്റ് ആയതുകൊണ്ട് AD is equal to DB എന്ന് എഴുതാം. AD equal to DB എന്ന് എഴുതാം. അതുകൂടാതെ AE is equal to EC എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് DE is parallel to BC എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് ഇൻ ട്രയാങ്കിൾ ABCയിൽ AD/DB is equal to, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ DBക്ക് വരെ ഞാൻ എന്ത് കൊടുക്കുന്നു? AD കൊടുക്കുന്നു വെച്ചാൽ, കാരണം ഇത് രണ്ട് ഈക്വൽ ആണ്. അതായത് AD/AD എന്ന് കിട്ടും. AD/AD എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പം നമുക്ക് എന്ത് എഴുതാം? AD/DB എന്തെന്ന് എഴുതാം? ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് ഞാൻ കൊടുക്കുകയാണ്. AE/EC, അതായത് AE/EC എന്ന് ഞാൻ എഴുതാൻ പോവാണ്. ഈ ഒരു ഇത് വേണം അല്ലേ? നമുക്ക് തേർഡ് സൈഡിന് പാരലാണെങ്കിൽ എന്താണ് വേണ്ടത്? AD/DB is equal to AE/EC ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് പാരലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ AD/DB എടുത്തു, ഞാൻ ഇനി AE/EC എടുക്കുകയാണ്. AE/ECയിൽ നമുക്കറിയാം AE is equal to EC ആണ്. അപ്പോൾ ECക്ക് വരെ ഞാൻ AE കൊടുക്കുകയാണ്. AE/AE എന്ന് ഞാൻ എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 1. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ 2 എന്ന് കൊടുക്കുന്നതിന് മുമ്പേ AE/EC is equal to എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. ഫ്രം 1 and 2 നമുക്ക് എന്തെഴുതാം? 1 and 2ൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതായത് RHS ഈക്വൽ ടു 1 ആണ് വന്നേക്കുന്നത്. അപ്പോൾ LHSനെ നമുക്ക് ഈക്വൽ ടു ഇട്ട് എഴുതാൻ പറ്റും. AD/DB is equal to AE/EC എന്ന് എഴുതാം. ഓക്കെ, കാരണം എന്താണ്? ഈ സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മൾ ഈക്വൽ ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ AD/DB is equal to AE/EC ആയാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? നമുക്ക് എന്ത് പറയാം? DE is parallel to BC എന്ന് പറയാം. കാരണം എന്താണ്? കോൺവേഴ്സ് ഓഫ് BPT. കോൺവേഴ്സ് ഓഫ് BPT വെച്ചിട്ട് നമുക്ക് ആ തേർഡ് സൈഡിനോട് ആ DE പാരലാന്ന് എഴുതാം. കാരണം എന്താണ്? പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടി അതിന്റെ സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ അത് പാരലാണെന്ന് നമുക്ക് എഴുതാം. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.